ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ മനസ്സിലുള്ള ഒരു ഡ്രീം സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ സ്വപ്നം കാണുന്നവരാണല്ലോ കലാകാരൻ അല്ലെ? സ്വപ്നങ്ങളുണ്ട്. സ്വപ്നം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഓരോ ഘട്ടത്തിലും മാറ്റം. നമ്മൾ ഇന്നലെ കാണുന്ന സ്വപ്നമായിരിക്കില്ല ഇന്ന് കാണുന്നത്. അപ്പൊ ഓരോ ഘട്ടം കഴിയുന്ന സ്വപ്നങ്ങൾ. സ്വപ്നം എന്ന് പറയുന്നത് വളരെ സ്വപ്നങ്ങളുണ്ട് എന്ന് എന്താണ്, ഞാൻ ശുഭപ്രതീക്ഷ പുലർത്തുന്ന ഒരു വ്യക്തി മാത്രമാണ്. എല്ലാത്തിലും ഞാൻ പോസിറ്റീവ്. എന്റെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, എല്ലാത്തിനും ഞാൻ പോസിറ്റീവ് കാണുന്ന വ്യക്തിയാണ്. എല്ലാവരിലും നമ്മളോട് അടുക്കുന്ന ആൾക്കാർക്ക് ഒരു സ്നേഹത്തിന്റെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു സമ്പാദ്യമായിട്ട് നമുക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിലും കൊടുക്കാൻ പറ്റും. ഒന്നുമില്ല, നമ്മുടെ സാമീപ്യം കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്പർശനം കൊണ്ട് കൊടുക്കാം, സാന്നിധ്യം കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളുണ്ട്. ഈവൻ വാക്കുകളില്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു നല്ല ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ സ്നേഹം അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തില് ശിവപ്രതീക്ഷ മാത്രം ഞാൻ വെച്ച് പുലർത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വപ്നം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ആ ശിവപ്രതീക്ഷ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം വന്നോളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള അല്ലാതെ പ്രത്യേകിച്ചൊരു സ്വപ്നം കാണുന്നില്ല എന്നുള്ളത്. എല്ലാം നന്നായി വരട്ടെ.